അങ്ങനെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടുത്ത യാത്ര. വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പം അവൻ തരാണി ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കയറി ഡോർ പറ. എല്ലാം ഓട്ടോമാറ്റിക്കാണ്. എവിടെ പോകണമെന്ന് പറഞ്ഞുകൂടാ, രാത്രി പോകണം. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങണത്. ബാഗ് കാര്യങ്ങളും തേങ്ങ ആന എല്ലാം ഉണ്ട്. വണ്ടി എത്തി കൂടിയ സാധനമാണ്. ടർബോ ഓഫ് ചെയ്ത് അപ്പം ആറ്റിങ്ക ബെഡ്ഷീറ്റ് തലയാണ് എല്ലാം ഉണ്ട്. ഞാൻ തന്നെയാണ് ഇന്ന് രാത്രി കിടക്കണം. പോകുന്നത് ആറ്റിങ്ങര പള്ളിയിൽ പോകുന്നതല്ല, ചുമ്മാ അവിടെ പോകുന്ന വഴി. രാത്രി സമയം ഇപ്പം എത്രയായി? സമയം നോക്കട്ടെ. ഇരുട്ട് കാട്. മണി 9:03 ഇതില് ഏകദേശം കാവൽ കിണർ നാഗറോലൊക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ കാക്ക ഓടി വരും. അവൻ തിരുനെൽവേലിയിൽ നിന്ന് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്നിട്ട് ആ കാട്ടിനകത്തൂടെ ഏകദേശം 2-3 മണിയാവും അവിടെ എത്താനായിട്ട്. എന്നിട്ട് രാവിലെ ഒരു 8-9 മണിക്ക് തിരിച്ച് റിട്ടേണുണ്ട് അല്ലേ? ഡ്രൈവർ ഷാറുഖ് ഖാനാണ്. കോസ്റ്റ്യൂമിനൊന്നും ഒരു കുറച്ചിൽ നമ്മൾ എത്തിയിട്ടില്ല. അതില്ലല്ലേ, അത് പറ. അത് സംഭവമേ AC താഴത്തെ വെങ്ക്ലെറ്റ് കംപ്ലൈന്റ് ആണ്. അപ്പം ഇതുവഴി ഏറെ കയറും. നമ്മളിപ്പോ അടച്ചു വെച്ചിരിക്കുന്നത്. മഴ സമയത്ത് കാല് വരെ കഴിവാ. അവിടെ മഴ സമയത്ത് കാലും കഴിവാ. ഇതിനകത്ത് ഇങ്ങനെ കാല് വെച്ചിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാല് കഴിവാ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. തന്നെയാണ്. വണ്ടിയാടാ പോ. പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നത്. അവിടെ പറ. 8 ലിറ്റർ അടി. ഇതിനകത്ത് അടിയിൽ ഇത് ഫുള്ള് പ്ലൈവുഡാണ്. പ്ലൈവുഡ് നമുക്ക് ഇനി പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ഫാൻസി സ്റ്റോറി നിർത്തി എന്തോന്ന് തെർമോകോളൊക്കെ കാണിച്ച് സെറ്റ് ചെയ്യണം. ഡ്രൈവർ രഘു വരെ ഇവിടെ ഉണ്ട്. 8 ലിറ്റർ അടിക്കും. അടുത്തോളം കാണാം. തലവരെ உங்களுக்கு பேண்ட் ഒന്നും ഇല്ലയാ? പാൻറ് തലവരെ കാലിനാരെ വണ്ടി കൊണ്ടിടിച്ചു. അതുകൊണ്ടാണ് പാൻറ് ഇല്ലാത്തത്. പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം പോലീസ് ഇനി ഇവിടെ തമിഴ്നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സീറ്റ് ബെൽറ്റ് തേങ്ങൊന്നും വേണ്ട. എന്തിന് ഷർട്ട് പോലും വേണ്ട. നമ്പർ പ്ലേറ്റ് മാത്രം കാണിച്ചു കൊടുക്കരുത്. ഇനി ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട്. വണ്ടി എൻ്റെ ABS വർക്കിംഗ് അല്ല. ഇങ്ങനെ കാണാമായിരുന്നു. ബൈപ്പാസ് കയറണം വെച്ചാൽ ഫസ്റ്റ് ഹൈവേ എത്തി. പറന്നു പോവുകയാണ്. ഏകദേശം 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത്. 10:20 1 മണിക്കൂർ 20 മിനിറ്റ് എടുത്ത്. ഏകദേശം 40 കിലോമീറ്റർ 40-45 കിലോമീറ്ററിന്. സാധാരണ 45 കിലോമീറ്ററിന് 45 മിനിറ്റ് മതി. ഇത് അതിൻ്റെ ഡബിളായി. അത്രയ്ക്ക് ട്രാഫിക്കാണ്. നിലവിൽ നമ്മുടെ പയ്യൻ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പോലീസ് ചെക്കിങ് എല്ലാം സീറ്റ് ബെൽറ്റ് വരിക. നിലവിൽ നമ്മുടെ പയ്യൻ അവിടെ എത്തിയിട്ടുണ്ട്. 10:20 ബാക്കി അവിടെ എത്തിയിട്ട് ഇതിനൊക്കെ അടിച്ചിടണം. ഇതുപോലത്തെ ഒരുപാട് ലോറികളുണ്ട്. എല്ലാത്തിനും അടിച്ചിടണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. എല്ലാത്തിനെയും ടർബോ ഓൺ ചെയ്യും. ചവിട്ടി വിടും. ഡിവൈഡർ ഉണ്ട്. ഡിവൈഡർ കഴിഞ്ഞിട്ട് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നമ്മളിപ്പോൾ കാണിച്ചു തരും. സൗണ്ട് ടർബോ ഓൺ ചെയ്താ ടോപ്പ് സ്പീഡ് കാണിച്ചു കൊടുക്കും. 150 നിലവിലെ സ്പീഡ്. 150 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടൂരമായിരിക്കും. ആദ്യത്തെ ടോളെത്തി. ലെഫ്റ്റ് കട്ടെ റൈറ്റിലെത്തി കൂടാ.
കാവൽ കിണറെത്തി. ഇവിടെ നമ്മളെ പയനെ കയറ്റണം. ആ സൈഡ് കട്ട് ചെയ്തോളാം. നിർത്താം. നമുക്കൊന്ന് ചായ നീക്കി കുടിക്കാം. വണ്ടി അങ്ങനെ നമ്മള് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കഴിക്കാൻ കടയില്ല, തേങ്ങയില്ല. വാ ദിവസോ ഇതിനകത്തേറ്റ് നമ്മളെത്തി. ചെറുക്കനെ കണ്ടിട്ടുണ്ട്. ഇല്ല വേണം. അയ്യോ ഭയങ്കരമായ ആളാണ്. ഈ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ പറഞ്ഞു. പൊറോട്ട, സാലന, ഇത് സലാഡ്, തൈര് വെറും തൈരും സവാള. ഇതിന്റെ പേര് കലക്കി. കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞൂടാ. നിലവിൽ ഇതാണ് ഫുഡ് ഇന്നത്തെ. കഴിച്ചിട്ട് ഇറങ്ങണം. ഇവിടെ ഫുഡ് കൊള്ളാം. കഴിച്ചിട്ട് ഇറങ്ങി. എത്ര പൊറോട്ട? 9 പൊറോട്ട, 3 കലക്കി, 3 ഓംലെറ്റ് അല്ല, 210 രൂപ. കുഴപ്പമില്ല, നല്ല ഫുഡല്ല. ഇത് വന്നിട്ട് കാവൽ കിണർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് പോകുമ്പം തിരുനെല്വേലി ഹൈവേയിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡുള്ള കട ഒക്കെ ഇവിടുത്തെ തമിഴ്നാട് ഒക്കെ ഒറിജിനൽ സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ കോപ്പിയാണ് കേരളത്തുള്ളത്. ഭാഷ ഇവിടെ കാണും. ഇതായിരിക്കും. ഇതാണ് ഭാഷ. ഇതാണ് ജിഗിരി തന്നെയും കൂടെ പിടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും കാണൂല, തിരഞ്ഞെടുത്തൊന്നും കാണൂല. ഇപ്പൊ വന്നാലേ ഉള്ളൂ. ആണ് ജിഗിരി തണ്ട. നമ്മളിവിടെ നിന്ന് തിരിച്ച് ഇവിടെ ഇതിനകത്തോട്ട് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. ഒരു കാട്, ആളും പേരൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. തണുപ്പ് പിടിച്ച് നമ്മളെ കട എന്താ കിടക്കണം. ബാക്ക് സീറ്റിൽ ഞാൻ തന്നെ മിക്കവാറും ഇരിക്കും. കുറച്ച് നേരം കിടക്കാം. ഒരു കാട്ടിനകത്ത് നിർത്തി നമ്മൾ. ഇവിടെ സംഭവം ഇവിടെ എയർ കയറാനില്ല. അതുകൊണ്ട് ഞാൻ ഈ ബാക്കിലോട്ട് ഡോറൊന്ന് തുറന്നിട്ടിട്ട് എന്റെ ഓഫായാ എന്റെ ഇവിടെ ഉണ്ട് പേടി എന്തിനി. പിന്നെ ഞാൻ ഇറങ്ങാം. ചെറുക്കന് ഡ്രൈവറിന് പേടിയാവുന്നുണ്ട്. ഷേഖന്റെ ഫോട്ടോ ഉണ്ട്. വീഡിയോ കോളിൽ ഷേഖുണ്ട്. ഇതൊരു ആളും പേരില്ലാത്തൊരു കാടാണ്. കാണില്ല, അതാണ് വിഷയം. നമ്മളെ നിർത്തിയത് അവിടെ വേറെ വണ്ടി നിർത്തി. എന്തിനു പാടുന്ന് അറിഞ്ഞൂടാ, നോക്കാം. ഈ ഡോറിങ്ങനെ തുറന്നു വയ്ക്കാം. അതാണ് കുറച്ചുകൂടി എയർ അടയും കേട്ടാ ഡോറ്. നോക്കാം. താഴ്ന്നു പോകും. നോക്കാം നമുക്ക്. ഈ നിന്റെ ഈ കമ്പിളി പുതപ്പല്ല ഇങ്ങ് വരുന്നു. കോപ്പിലെ കമ്പിളി പുതപ്പ്. അയ്യോ മതി, നീ പോ, ഞാൻ നോക്കാം. അടയണമെങ്കിൽ അടയിട്ട് അടഞ്ഞോളൂ. അത് സൈഡ് തുറന്നോളാം. ഞാൻ തുറക്കണ്ട. സൈഡിൽ കൂടെ ഞാനെങ്കിൽ അറിയാം. കുഴപ്പമില്ലാത്ത ലെവലിൽ തുറന്നിരിക്കുന്നുണ്ട്. നല്ല കാറ്റും കയറുന്നുണ്ട്. ഇതും തുറന്നിട്ടുണ്ട്. ഓക്കെയാണെല്ലാം. പോലീസാ? പോലീസൊന്നുമില്ല.
കുറച്ച് കിടക്കാം, കിടന്നിട്ട് മതി ബാക്കി. ലൈറ്റ് ഓഫ്. ഇതാണ് നിലവിലെ കണ്ടീഷൻ. വണ്ടി പോട്ട് പോയിട്ട് 40 ദിവസമായുള്ളൂ. ടിവിക്ക് എത്ര അപ്ലോഡ് ഇറങ്ങുന്നത്? വന്നു കഴിഞ്ഞാൽ ഒരു ചുക്ക് കാപ്പി ഫർദാണ് പോണെങ്കിൽ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ പോകണം. നല്ല അന്തസ്സായിട്ട് ഇരുന്നതാണ്. നമ്മളെല്ലാം ഉറക്കമായി ഗൈസ്. സോക്സ് അതേ കിടക്കണം. കൊതു അടിക്കല്ലേ. നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ കിടക്കും, ബാക്കിൽ രണ്ടുപേരും കിടക്കും. പോയില്ലേ രാവിലെ ഉറക്കണി പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് സീനറി. ഇതിനകത്തൂടെയാണ് ഇന്നലെ വന്നത്. പേരുന്നില്ല. ഒരാളെ ഇറക്കി വിട്ടിട്ട് നമ്മൾ രണ്ടുപേരും മാത്രം തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അതുവഴി ഇപ്പോൾ ഇതിപ്പം നോർമൽ റോഡാണ് പോകുന്നത്, സാധാ റോഡ്, ഹൈവേ കയറിയില്ല. കുറച്ചുകൂടി ടോള് കയറുകയാണെങ്കിൽ നമ്മളെ വണ്ടി അവിടെ പിടിച്ചിരിക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ ടോളൊക്കെ അടിച്ച് ചേർപ്പിച്ചിട്ടാണ് വന്നത്. പിന്നെ ഫാസ്ടാഗ് ഇല്ലാത്തതുകൊണ്ട് അവൻ പറഞ്ഞു ഫാസ്ടാഗ് ഇല്ലാത്ത വണ്ടിക്ക് ടോളും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ച് തെറിച്ചിട്ടാണ് വന്നത്. ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ട്രാഫിക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റേതാകുമ്പോഴത്തേക്ക് ഹൈവേ പോവായിരുന്നു. അമ്മച്ചിമാര് എല്ലാവരും റോഡും വലിയ മെച്ചമല്ല, മോശപ്പെട്ട റോഡാണ്. ഒരുപാട് കാഴ്ചകൾ കാണാം വലിയ. പിന്നെ വോട്ടിങ്ങിനകത്ത് കോള് പറയും. അടുത്ത ഘട്ട പെട്രോൾ എത്ര അടിച്ചതാ? 3 ലിറ്ററാ? 300. എന്നാ 500 കட்டுறீங்க? 300. ഓക്കെ. ഇവിടെ ഒരു കിടിലൻ വ്യൂ ഉണ്ട്. ഇത് മുമ്പ് നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് പോയാലും ഇവിടെ നിൽക്കും. സിഗ്നേച്ചർ ഓഫ് പാർവതി. ഇവിടെ പാർവതി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ അല്ല, കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ വ്യൂ ആണ്. ഇതൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഫോട്ടോസ് കിട്ടും. നമുക്ക് നമ്മുടെ അമ്മച്ചിയുടെ കമ്മൻകൂളം ഉണ്ടോ നോക്കാം. കമ്മൻകൂളം ഓടിച്ചിട്ടായിരിക്കും ബാക്കി. അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു അമ്മച്ചിയുടെ കമ്മൻകൂളം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അറിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് തിരിച്ചു പോയി അവിടെ നിന്ന് കുടിച്ചിട്ട് വരാൻ വിചാരിക്കും. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ നല്ലതാണ്. വലിയ നല്ല ടയറൊക്കെ കറങ്ങി വലിയ വൃത്തിയോ ഒന്നും കാണും തോന്നുന്നില്ല. നോക്കാം. നല്ല കിടില ആംബിയൻസ് ആണ് കമ്മൻകോൾ.
സൈഡും വയൽ, ആ സൈഡ് കാടാണെന്നോ, ഈ സൈഡ് വയൽ. கொஞ்சம் அது கொஞ்சம் ஜாஸ்தி போடுங்க. 2 கரண்டி போட்டுருக்கீங்க. 2 கரண்டி போட்டிருக்கீங்க. ஆமாம், ஒருக்கா போட்டு திரும்பவும் போட்டுட்டேன். அதான் முதல்ல போட்டுறேன் நானே கேட்டேன். ஓகே ஓகே. ഇതാണ് സാധനം. കമ്മങ്കോള് പിടിച്ച് അത് കൊള്ളൂല, ഒരു വാക്കി കൊള്ളൂല. ഇവിടെ ഒരു അമ്മച്ചി നിൽക്കും ഈ മരത്തിൻ്റെ ചുവട്ടിൽ. അതാണ് സാധനം, ഹേവി സാധനം. അത് അമ്മച്ചി ഇപ്പം ഒരു 4-5 പ്രാവശ്യം, 4-5 ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് കണ്ടില്ലല്ലേ. അമ്മച്ചി പോയി കാണും. അമ്മച്ചി വീഡിയോ കണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യുക. നമ്മളെ അമ്മച്ചിയുടെ കമ്മങ്കോള് കുടിക്കാൻ വേണ്ടി വന്ന് ഒരു മരം ഞഞ്ഞ കമ്മങ്കോളായി പോയത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബൈക്ക് എടുത്ത് നേരെ വീട്ടിലോട്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.